ചേലക്കരയിൽ 1 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി 2-ാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി 4 ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം. ചേലക്കര പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. 100ാം പ്രസംഗത്തിന് തയ്യാറെടുക്കുന്ന പഴയന്നൂർ സ്വദേശിനിയായ ഫാത്തിമ സഹലയെ പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. എംഎൽഎ ഓഫീസിൽ വെച്ചാണ് സഹലയെ ആദരിച്ചത്. പഴയന്നൂർ കുന്നത്തറ നടക്കിൽ വീട്ടിൽ ഷാഹുൽ തസ്ലീമ ദമ്പതികളുടെ മകളായ ഫാത്തിമ സഹല പഴയന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ സഹല കഥ പറയൽ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിരുന്നു. പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ സഹലയുടെ പ്രസംഗത്തിന്റെ വീഡിയോ കണ്ടാണ് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ച് പൊന്നാടയണിയിച്ച് ആദരിച്ചത്. ഫാത്തിമ സഹലയുടെ പ്രസംഗങ്ങൾ ഒരു പ്രസംഗമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. വളരെ ആകർഷണീയമായിരുന്നു. അപ്പോൾ 100ാം പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എല്ലാവിധമായ ആശംസകളും. ഗാന്ധിയെപ്പറ്റി വളരെ ആർദ്രതയോടുകൂടി ആഴത്തിൽ പഠിച്ച് നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാകുന്ന രീതിയിലാണ് സംസാരിക്കാറുള്ളത്. അപ്പം സഹലയ്ക്ക് എല്ലാവിധമായ സ്നേഹാശംസകളും ഇനി ഒരുപാട് ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്ലാസ് ടീച്ചറാണ് സഹലയെ പ്രാസംഗിക രംഗത്തേക്ക് കൈപ്പിടിച്ചുയർത്തിയത്. ശാസ്ത്രദിനത്തിൽ തോമസ് ആൽവ എഡിസൺ എന്ന മഹാനായ ശാസ്ത്രജ്ഞനെ കുറിച്ച് പ്രസംഗിച്ചായിരുന്നു അരങ്ങേറ്റം. മലയാളത്തിനു പുറമെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലും പ്രസംഗിക്കുന്ന സഹല ഹിന്ദി അധ്യാപക മഞ്ചിന്റെ സംസ്ഥാനതല അവാർഡ്, മികച്ച മോട്ടിവേഷൻ സ്പീക്കർ അവാർഡ്, വിവേകാനന്ദ സ്വാമി പുരസ്കാരം എന്നിവയും USA ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയായ ORMA ഇന്റർനാഷണൽ പ്രസംഗ മത്സരത്തിൽ 6ാം സ്ഥാനവും നേടിയിട്ടുണ്ട്. സബർമതി പഠന ഗവേഷണ കേന്ദ്രം എറണാകുളത്ത് നടത്തിയ 2 ദിവസത്തെ സെമിനാറിൽ തൃശൂർ ജില്ലയിൽ നിന്ന് പങ്കെടുത്ത ഏക വിദ്യാർത്ഥിനിയാണ് സഹല. താൻ നേടിയ ഈ നേട്ടങ്ങൾ ദൈവാനുഗ്രഹം കൊണ്ടും തന്റെ രക്ഷിതാക്കളുടെയും തന്റെ സ്കൂളായ GHSS പഴയന്നൂരിലെ പ്രിയപ്പെട്ട അധ്യാപകരുടെയും ശക്തമായ പിന്തുണ കൊണ്ടാണെന്നും സഹല പറയുന്നു. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ നിരവധി കഥ പറയൽ മത്സരങ്ങളിൽ ഞാൻ 1ാം സ്ഥാനം നേടിയിരുന്നു. തുടർന്ന് എൻ്റെ 4ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായ ഷാരി ടീച്ചറാണ് എന്നെ പ്രസംഗ രംഗത്തേക്ക് കൈപ്പിടിച്ചുയർത്തിയത്. ശാസ്ത്രദിനത്തിൽ തോമസ് ആൽവ എഡിസനെ കുറിച്ചായിരുന്നു എൻ്റെ പ്രഥമ പ്രസംഗം. ദൈവാനുഗ്രഹം കൊണ്ടും എൻ്റെ മുഴുവൻ അധ്യാപകരുടെ ശക്തമായ പിന്തുണ കൊണ്ടുമാണ് എനിക്ക് ഇത്തരത്തിലുള്ള വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ കഴിഞ്ഞത്. 98 പ്രസംഗങ്ങൾ പൂർത്തിയാക്കിയ സഹല തന്റെ 100ാം പ്രസംഗത്തിലേക്കുള്ള തയ്യാറെടുപ്പിലാണ്. പ്രസംഗത്തിൽ വളരെ മികച്ച രീതിയിൽ ധാരാളം സമ്മാനങ്ങളൊക്കെ നേടി നമ്മുടെ സ്കൂളിനെ ഉയർച്ചയിലേക്ക് എത്തിച്ചതാണ് ഫാത്തിമ സഹല. ഫാത്തിമയുടെ 100ാമത്തെ പ്രസംഗം നമ്മുടെ സ്കൂളിൽ വെച്ച് നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ പ്രസംഗം വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ആദ്യം തന്നെ ചേർന്നത് എൻ്റെ ക്ലാസ്സിലാണ്. അവിടെ നിന്ന് ഞാൻ ഈ കുട്ടീനെ തിരിച്ചറിഞ്ഞത് പ്രസംഗത്തിൽ അവൾക്കുള്ള കഴിവ് അത് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. തുടർന്ന് സ്കൂളിലെ എല്ലാ പ്രസംഗവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രോഗ്രാമിലും അവളെ പങ്കെടുപ്പിച്ചു. മിക്കവാറും എല്ലാത്തിലും തന്നെ ആ കുട്ടി ഫസ്റ്റ് വാങ്ങി വന്നു. അപ്പോൾ അതെനിക്ക് വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ അവളുടെ 98ാമത്തെ പ്രസംഗം കഴിഞ്ഞു. ഇനി അടുത്തത് 100ാമത്തെ 99, 100 2 പ്രസംഗം. അപ്പോൾ 100ാമത്തെ പ്രസംഗം വളരെ നന്നായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. സഹല ഞങ്ങളുടെ സ്കൂളിൽ നാളെയുടെ ഞങ്ങളുടെയൊക്കെ ഒരു വാഗ്ദാനം, പഴയന്നൂരിൻ്റെ വാഗ്ദാനം മാത്രമല്ല നമ്മുടെ സമൂഹത്തിനും രാഷ്ട്രത്തിനും ഒക്കെ മുതൽക്കൂട്ടാകുന്ന രീതിയിൽ നാളെയുടെ ഒരു മുദ്ര അടയാളപ്പെടുത്തുന്ന ഒരു കുട്ടിയായിട്ടാണ് ഞാൻ കാണുന്നത്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് വിഷൻ ന്യൂസ്.